നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് കുമ്പടാജെ ആജിലയിലെ പുഷ്പാവതിയുടെ കൊലപാതകം. പ്രതി പരമേശ്വരയെ ചോദ്യം ചെയ്തതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വ്യക്തിഹത്യ നടത്തിയതിലുള്ള വൈരാഗ്യമാണ് കൊലപാതക കാരണമെന്ന് മൊഴി. കുമ്പള ടോൾ പിരിവിനെതിരെ സമരം കടുപ്പിക്കാൻ ആക്ഷൻ കമ്മിറ്റി തീരുമാനം. തിങ്കളാഴ്ച കളക്ട്രേറ്റിനു മുന്നിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ സംഗമം നടത്തും. സ്കൂൾ കലോത്സവം കാസർഗോട്ടേക്ക്. ചരിത്രം തിരുത്തി സിയ ഫാത്തിമ ചെറുവത്തൂരിലെ വീട്ടിലിരുന്ന് കലോത്സവത്തിൽ പങ്കെടുത്തു. മലയാള ഭാഷാ ബിൽ നടപ്പാക്കുമ്പോൾ കാസർഗോട്ടെ കന്നഡ സ്കൂളുകളിൽ മലയാള പഠനം അടിച്ചേൽപ്പിക്കരുതെന്ന് കന്നഡ സ്കൂൾ സംരക്ഷണ സമിതി. ദ്വിഭാഷാ നയമനുസരിച്ച് കാസർഗോട്ട് കന്നഡയ്ക്കും തുല്യ പ്രാധാന്യം ലഭിക്കണമെന്നും സമിതി ഭാരവാഹികൾ. FSCTOയുടെ നേതൃത്വത്തിൽ അധ്യാപകരും ജീവനക്കാരും ഏകദിന സത്യാഗ്രഹം നടത്തി. KSTA സംസ്ഥാന സെക്രട്ടറി K. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. പെഡസ്ട്രിയൽ ക്രോസിംഗ്. കാസർഗോഡ് ട്രാഫിക് പോലീസും കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റും സംയുക്തമായി ട്രാഫിക് ബോധവൽക്കരണം നടത്തി. ചെങ്കല്ല് ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം തിങ്കളാഴ്ച സംസ്ഥാന വ്യാപക പണിമുടക്ക് നടത്തും. അന്നേ ദിവസം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് ധർണ നടത്തും. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കുമ്പടാജെ ആജിലയിലെ പുഷ്പാവതിയുടെ കൊലപാതകം. പ്രതി പരമേശ്വരയെ ചോദ്യം ചെയ്തതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വ്യക്തിഹത്യ നടത്തിയതിലുള്ള വൈരാഗ്യമാണ് കൊലപാതക കാരണമെന്നാണ് മൊഴി. പുഷ്പലതയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണം മോഷ്ടിച്ചതായും പ്രതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. അതേസമയം പ്രതിയുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കുമ്പടാജെ മൗവാറിൽ ആജില വീട്ടിൽ പുഷ്പാവതി വി ഷെട്ടിയുടെ കൊലപാതകം നടുക്കം മാറാതെ നാട്. സമീപകാലത്തൊന്നും ചെറിയ കുറ്റകൃത്യം പോലും നടന്നിട്ടില്ലാത്ത നാട്ടിൽ നടന്ന അരുംകൊല ആർക്കും വിശ്വസിക്കാനാകുന്നില്ല. ഏറെ നാളായി വീട്ടിൽ തനിച്ചു താമസിക്കുകയായിരുന്നു കൊല്ലപ്പെട്ട പുഷ്പലത. പോസ്റ്റ്മോർട്ടത്തിൽ കഴുത്ത് ഞെരിച്ചും ശ്വാസം മുട്ടിച്ചുമാണ് കൊലപാതകമെന്ന് വ്യക്തമായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. പരമേശ്വർ എന്ന രമേശ് നായ്ക്കാണ് അറസ്റ്റിലായത്. മറ്റൊരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ പുഷ്പലത സംസാരിച്ചതിലുള്ള വൈരാഗ്യത്താലുള്ള കൊലപാതകം എന്നാണ് പ്രതിയുടെ മൊഴി. ആദ്യം കുറ്റം നിഷേധിച്ചുവെങ്കിലും തെളിവുകൾക്ക് മുന്നിൽ പ്രതിക്ക് അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം നടത്തിയത്. മൃതദേഹത്തിൽ നിന്നും 3 പവൻ തൂക്കമുള്ള കരിമണി സ്വർണമാലയും ഇയാൾ മോഷ്ടിച്ചിരുന്നു. എന്നാൽ പ്രതിയുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പുഷ്പലതയുടെ വീട്ടിലും സമീപ പ്രദേശങ്ങളിലും കൂലിവേല ചെയ്യുന്ന ആളാണ് പരമേശ്വര. കൊലപാതക കുറ്റത്തിനു പുറമെ പ്രതിക്കെതിരെ മോഷണക്കുറ്റവും ചുമത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെയാണ് പുഷ്പലത വി ഷെട്ടിയെ വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ തന്നെ കൊലപാതകമാണെന്നും സംശയമുണ്ടായിരുന്നു. ബന്ധുക്കൾ സംശയമുന്നയിച്ചതോടെയാണ് പോസ്റ്റ്മോർട്ടം പരിയാരത്തേക്ക് മാറ്റിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ബദിയടുക്ക. കുമ്പള ടോൾ പിരിവിനെതിരെ സമരം കടുപ്പിക്കാൻ ആക്ഷൻ കമ്മിറ്റി തീരുമാനം. തിങ്കളാഴ്ച കളക്ട്രേറ്റിനു മുന്നിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ സംഗമം നടത്തും. കുമ്പള ആരിക്കാടിയിൽ ടോൾ പിരിവിനെതിരായ ആക്ഷൻ കമ്മിറ്റിയുടെ സമരം ശക്തമാക്കാൻ തീരുമാനം. കഴിഞ്ഞ ദിവസം കുമ്പളയിൽ ചേർന്ന സർവകക്ഷി ആക്ഷൻ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. തിങ്കളാഴ്ച കളക്ട്രേറ്റിനു മുന്നിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ സംഗമം നടത്തും. മഞ്ചേശ്വരം കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ അംഗങ്ങളും കാസർഗോഡ് മുനിസിപ്പാലിറ്റി കൗൺസിലർമാരും പ്രതിഷേധ പരിപാടിയിൽ സംബന്ധിക്കും. കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിലെ കുമ്പള ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് അന്യായമാണെന്നും തടയണമെന്നും ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജി ഹൈക്കോടതി ഈ മാസം 21 പരിഗണിക്കും. ആക്ഷൻ കമ്മിറ്റി യോഗത്തിൽ AK മഷ്റഫ് MLA അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് കാർലെ, കുമ്പള പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK ആരിഫ്, CPM ഏരിയ സെക്രട്ടറി CA സുബൈർ, കോൺഗ്രസ് നേതാവ് ലക്ഷ്മണ പ്രഭു, യൂസഫ് ഉളുവാർ, ഇർഷാദ് മൊഗ്രാൽ, താജുദ്ദീൻ മൊഗ്രാൽ തുടങ്ങി നിരവധി പേർ ആക്ഷൻ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സ്കൂൾ കലോത്സവം കാസർഗോട്ടേക്ക്. ചരിത്രം തിരുത്തി സിയ ഫാത്തിമ ചെറുവത്തൂരിലെ വീട്ടിലിരുന്ന് കലോത്സവത്തിൽ പങ്കെടുത്തു. ചരിത്രത്തിൽ ആദ്യമായാണ് ഓൺലൈനായി ഒരു വിദ്യാർത്ഥിനി കലോത്സവ മത്സരത്തിൽ പങ്കെടുത്തത്. ശാരീരിക അസ്വസ്ഥതകൾ മൂലം തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുമോ എന്ന ആശങ്കപ്പെട്ട പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിനി സിയ ഫാത്തിമയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലിൽ സ്വപ്നതുല്യമായ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം തുറന്നു. കാസർഗോഡ് ജില്ലാ കലോത്സവ മത്സരത്തിലെ അറബിക് കലോത്സവത്തിൽ പോസ്റ്റർ രചനയിലാണ് സിയ ഫാത്തിമ സംസ്ഥാന മത്സരത്തിലേക്ക് യോഗ്യത നേടിയത്.
പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിയായ സിയ ഫാത്തിമ പടന്ന തെക്കേപ്പുറം പുതിയ മസ്ജിദിന് സമീപത്തെ ഓട്ടോ ഡ്രൈവർ അബ്ദുൾ മുനീറിൻ്റെയും LK സാറുവിൻ്റെയും മകളാണ്. 2.5 മാസമായി കാലിലെ മുറിവ് മൂലം വേദന സഹിച്ചാണ് പഠനവും ചികിത്സയും നടന്നുവരുന്നത്. അസുഖം അല്പം ഭേദമായതോടെ മൊഗ്രാലിൽ നടന്ന കലോത്സവത്തിൽ പങ്കെടുക്കുകയും A ഗ്രേഡ് നേടുകയും ചെയ്തിരുന്നു. പിന്നീട് കാലിലെ വേദന കലശലായതോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിക്കുകയായിരുന്നു. അപ്പോഴാണ് വാസ്കുലൈറ്റിസ് എന്ന രോഗമാണെന്ന് തിരിച്ചറിഞ്ഞത്. 2 ആഴ്ചയായി കണ്ണൂരിൽ കിടത്തി ചികിത്സയായിരുന്നു. 3 ദിവസമായി പടന്നയിലെ വീട്ടിൽ ക്വാറന്റൈനിലാണ്. ജീവിതത്തിൽ ആദ്യമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവസരം ലഭിച്ചപ്പോൾ പങ്കെടുക്കാൻ കഴിയില്ലേ എന്ന ആശങ്ക സ്കൂളിലെ അറബിക് അധ്യാപകരുമായി സിയ ഫാത്തിമ പങ്കുവച്ചതാണ് സ്വപ്നതുല്യമായ അവസരം തുറന്നുകിട്ടിയത്. സ്കൂൾ മുഖ്യാധ്യാപിക VK ശശികല, പ്രിൻസിപ്പൽ MC ഷിഹാബ്, അധ്യാപികമാരായ NB ഫെബിന, VKP ഖദീജ എന്നിവർ ഉൾപ്പെടെ സ്കൂൾ അധികൃതർ ചേർന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയ നിവേദനവും സിയ ഫാത്തിമ വാട്സാപ്പിലൂടെ നൽകിയ അപേക്ഷയും പരിഗണിച്ചാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ മന്ത്രി പ്രത്യേക അനുമതി നൽകിയത്. തൃശൂരിലെ CMHSSലെ വേദി 17-ൽ ഇന്ന് രാവിലെ 11-ന് വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കാനാണ് സിയയ്ക്ക് അനുമതി നൽകിയത്. കൈറ്റ് അധികൃതർ ഇന്നലെ രാത്രിയോടെ തന്നെ പ്രാഥമിക ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. സിയ ഫാത്തിമ എന്നൊരു കുട്ടി പടന്നക്കാട് സ്കൂളിലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സിയയ്ക്ക് ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ട ടെക്നിക്കൽ സപ്പോർട്ട് മറ്റു കാര്യങ്ങൾ DO തന്നെ ചെയ്യണം എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഇന്നലെ കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ കൈറ്റിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ച് അറിയിച്ച് അവരവരുടെ സാങ്കേതിക സംവിധാനം ഇന്നലെ തന്നെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ HM ഇവിടുത്തെ AU ആയിട്ടുള്ള രമേശൻ മാഷ് അങ്ങനെ മറ്റു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുമായിട്ട് കോൺടാക്ട് ചെയ്യുകയും കൃത്യ ടൈമിൽ തന്നെ ഇന്ന് മത്സരം തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ സാങ്കേതിക വശങ്ങൾ ടെസ്റ്റ് ചെയ്ത് ഓക്കെ എന്ന് വരുത്തി തൃശ്ശൂരേക്ക് നമ്മൾ ഇൻഫോം ചെയ്തു. അതേപോലെ തന്നെ കുട്ടിക്ക് വേണ്ടുന്ന എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കി അതിനുശേഷം കൃത്യം മത്സരം ആരംഭിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് നമുക്ക് കോഡ് നമ്പർ അലോക്കേറ്റ് ചെയ്തു. ആ ഒരു കോഡ് നമ്പറിൽ സിയ ഫാത്തിമ മത്സരിക്കുകയും കൃത്യമായിട്ടുള്ള സമയത്തിൽ ഫിനിഷ് ചെയ്ത് വളരെ നന്നായി തന്നെ ഈ ഒരു വർക്ക് ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത. ഇതിൻ്റെ ഇടയ്ക്ക് പോലും കുട്ടിക്ക് പെയിൻ ഉണ്ടെങ്കിൽ പോലും ആ പെയിനെല്ലാം ഉള്ളിലൊതുക്കി വളരെ മികച്ച രീതിയിൽ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഈ വർക്ക് ചെയ്ത് ഈ ഒരു മത്സരത്തിൽ കോമ്പീറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ നല്ലൊരു വശമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടുന്ന മറ്റ് സജ്ജീകരണങ്ങൾ ഒരുക്കിയ എല്ലാവിധ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും മറ്റ് നാട്ടുകാരുടെയും മീഡിയ അതേപോലുള്ള ഉയർന്ന ഏതെല്ലാം സ്ഥാപനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിട്ടുണ്ടോ അവർക്കെല്ലാം തന്നെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വേദനയിൽ നമ്മോടൊപ്പം ചേർന്ന് 2 വാക്ക് പറഞ്ഞ സിയയുടെ പിതാവ് മാതാവ് ഇവർക്കെല്ലാം എല്ലാവിധത്തിലുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഏതൊക്കെ സഹായങ്ങൾ ആവശ്യമാണോ അതെല്ലാം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കൊടുത്തിരിക്കും എന്ന് അറിയിക്കുകയാണ്. സഹോദരൻ സിനാൻ തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ CABM വിദ്യാർത്ഥിയാണ്. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തലസ്ഥാനം ഇനി മുതൽ കാസർഗോഡ്. പലയിടത്തും സ്ഥാപിച്ചിരിക്കുന്നത് കൂറ്റൻ ബോർഡുകൾ. എന്താണ് സംഭവമെന്നറിയാതെ ജനങ്ങൾ. ഇനി സർപ്രൈസാണോ അതല്ല ബോർഡുകൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും രഹസ്യമുണ്ടോ എന്ന സംശയമാണ് പ്രധാനമായും ഉയരുന്നത്. എന്തായാലും ഈ ബോർഡുകൾ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത്. തലസ്ഥാനം ഇനി മുതൽ കാസർഗോഡ്. കാസർഗോഡ് നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ദേശീയപാതയോരത്തുമെല്ലാമായി ഇത്തരത്തിലുള്ള നിരവധി ബോർഡുകൾ സ്ഥാപിച്ചത് ഏവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. എന്നാൽ ബോർഡിലെ ഈ വരികൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. ബോർഡിലെ ഈ വരികൾ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമല്ലേ, ഇനിയിപ്പോൾ തലസ്ഥാനം കാസർഗോട്ടേക്ക് മാറുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യമായ ചർച്ചകളാണ് നടക്കുന്നത്. ഇനി ഏതെങ്കിലും മൂവ്മെൻ്റ് ആണോ എന്ന ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. പലർക്കും ഈ ബോർഡിലുള്ള കാര്യം എന്താണെന്ന് അറിയണമെന്ന കൗതുകമുണ്ടെങ്കിലും ആരോടാണ് ചോദിക്കേണ്ടത് എന്നറിയാത്തത് കൊണ്ട് മാത്രമാണ് ഇതിന് പിറകെ പോകാത്തത്. അറിയാവുന്ന പലരും വിളിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും
സംഭവം എന്താണെന്ന് ഞങ്ങൾക്കും അറിയാത്ത അവസ്ഥയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ബോർഡിൻ്റെ ഉറവിടം തേടി ഞങ്ങൾ എത്തിയത്. കാസർഗോഡ് നഗരത്തിൽ മാത്രമല്ല സമീപ പ്രദേശങ്ങളിലുമായി ഇത്തരത്തിലുള്ള നിരവധി ബോർഡുകൾ സ്ഥാപിച്ചതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തുവാൻ വേണ്ടി സാധിച്ചത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തും റെയിൽവേ സ്റ്റേഷന് സമീപത്തുമായി വലിയ 2 ബോർഡുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ പതിയുന്ന പ്രധാനപ്പെട്ട ഇടങ്ങളിലാണ് ബോർഡുകൾ സ്ഥാപിച്ചതെന്ന കാര്യം ശ്രദ്ധേയമാണ്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്ന കാര്യം കാസർഗോഡിന് സർപ്രൈസ് നൽകുന്ന എന്തോ വലിയ സംഭവം ഈ ബോർഡുകൾക്ക് പിന്നിലുണ്ട് എന്നതാണ്. എന്തായാലും കാസർഗോഡിനെ സംബന്ധിച്ച് ഏറെ പുതുമ നൽകുന്നതും കൗതുകം പകരുന്നതും ആകാംക്ഷ നിറയ്ക്കുന്നതുമാണ് ഈ ബോർഡിലെ വരികൾ. വൈകാതെ തന്നെ ഈ ബോർഡിലെ വരികളുടെ ചുരുൾ അഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ബോർഡുകൾ പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. എന്താണ് ഈ ബോർഡിലെ വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന കാര്യം ആർക്കെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. മലയാള ഭാഷാ ബിൽ നടപ്പാക്കുമ്പോൾ കാസർഗോട്ടെ കന്നഡ സ്കൂളുകളിൽ മലയാള പഠനം അടിച്ചേൽപ്പിക്കരുതെന്ന് കന്നഡ സ്കൂൾ സംരക്ഷണ സമിതി. ദ്വിഭാഷാ നയമനുസരിച്ച് കാസർഗോട്ട് കന്നഡയ്ക്കും തുല്യ പ്രാധാന്യം ലഭിക്കണമെന്നും സർക്കാർ രേഖകളും അറിയിപ്പുകളും കന്നഡയിലും ലഭ്യമാക്കണമെന്നും സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പതിറ്റാണ്ടുകളായി കന്നഡ ഭാഷയെയും സംസ്കാരത്തെയും പരിപോഷിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ അതിർത്തി മേഖലയിലുണ്ടെന്നും അവരുടെ അവകാശ സംരക്ഷണത്തിനായി പോരാട്ടം തുടരുമെന്നും കന്നഡ സ്കൂൾ സംരക്ഷണ സമിതി. കാസർഗോട്ടെ ഭരണപരവും വിദ്യാഭ്യാസപരവുമായ മേഖലകളിൽ കന്നഡ ഭാഷയെ അവഗണിച്ച് മലയാളം ഭാഷയിലുള്ള അറിയിപ്പുകളും ഉത്തരവുകളും നിർബന്ധമാക്കുന്നത് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണെന്നും കന്നഡ സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് നികത്താതിരിക്കുകയും ഒഴിവുള്ള കന്നഡ അധ്യാപക തസ്തികകളിൽ മലയാളം മാത്രം അറിയുന്നവരെ നിയമിക്കുന്നതും കന്നഡ വിദ്യാഭ്യാസത്തെ തകർക്കാനുള്ള ശ്രമമാണെന്നും സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ಕೇರಳ ಸರ್ಕಾರ ಏನು ಒಂದು ಮಲಯಾಳಂ ಲ್ಯಾಂಗ್ವೇಜ್ ಬಿಲ್ಲು ಎಂಬ ಒಂದು ಮಸೂದೆಯನ್ನು ಹೊರತಂದಿದೆ. ಇದು ನಿಜವಾಗಲೂ ಕೂಡ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯಲ್ಲಿರುವ ಕನ್ನಡಿಗರಿಗೆ ಇದೊಂದು ಮಾರಕ ಅಂತೇಳಿ ನಾನು ಹೇಳ್ತಾ ಇದ್ದೇನೆ. ಕೇರಳದಲ್ಲಿ ಮಲಯಾಳಂ ಭಾಷೆ ಆದರೂ ಕೂಡ ನಮ್ಮ ನೆರೆಯ ಜಿಲ್ಲೆಯಾದಂಥ ಕಾಸರಗೋಡಿನಲ್ಲಿ ಸಪ್ತ ಭಾಷಾ ಸಂಗಮ ಭೂಮಿ ಅಂತ ನಾವು ಹೇಳ್ತೇವೆ. ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯಲ್ಲಿ ನಮಗೆ ಮಲಯಾಳಂ ಜೊತೆಗೆ ಇದು ಕನ್ನಡದ ಒಂದು ಯಕ್ಷಗಾನ ಇರ್ಬೋದು, ಅದೇ ರೀತಿ ದೈವಾರಾಧನೆ ಇರ್ಬೋದು, ಅದೇ ರೀತಿ ಹಲವಾರು ಕವಿಗಳನ್ನು ಕೊಟ್ಟಿರುವಂಥ ಊರು ಕಾಸರಗೋಡು ಜಿಲ್ಲೆ. ಈ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ಅತಿ ಹೆಚ್ಚು ಕನ್ನಡಿಗರು ಇರುವಂಥ ಒಂದು ಊರು ಕೂಡ ಕಾಸರಗೋಡು ಜಿಲ್ಲೆ. ಈ ಕಾಸರಗೋಡು ಜಿಲ್ಲೆ ಎಂಬುದು ನಮ್ಮ ಕರ್ನಾಟಕದ ಹೋಲಿಸಿದರೆ ಬ್ರಿಟಿಷರ ಕಾಲದಲ್ಲಿಯೇ ಇದೊಂದು ಮೆಡ್ರಾಸ್ ಪ್ರಾಂತ್ಯ ಇರುವಾಗ ಇದು ನಮ್ಮ ಕರ್ನಾಟಕದ ಒಂದು ಅವಿಭಾಜ್ಯ ಅಂಗವಾಗಿತ್ತು ಕಾಸರಗೋಡು ಜಿಲ್ಲೆ. ನಂತರ ದಿನಗಳಲ್ಲಿ ಬೆಳಗಾವಿಯನ್ನು ನಾವು ಮುಂಬೈಯಿಂದ ಅವರು ಬಿಟ್ಟುಕೊಡುವಂಥ ಸಂದರ್ಭದಲ್ಲಿ ಕೇರಳ ಕೂಡ ಒಂದು ಆಗ್ರಹವನ್ನು ಮಾಡಿತ್ತು. ಏನಂತೇಳಿದರೆ ಗುಡಲ್ಲೂರು ನಮಗೆ ಕೊಡಿ ಅಂತೇಳಿ ತಮಿಳುನಾಡಿನಿಂದ. ಆ ಸಂದರ್ಭದಲ್ಲಿ ಹಲವಾರು ಚರ್ಚೆಗಳು ಸಂಭವಿಸಿ 1967ರಲ್ಲಿ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಗೆ ಮಹಾಜನ್ ವರದಿಯಲ್ಲಿ ಇದು ಒಂದು ವರದಿಯನ್ನು ಅವರು ಇದು ಮಾಡಿ ಹಲವಾರು ರಾಜಕೀಯ ಪ್ರೇರಿತ ಕೂಡ ನಡೆದಿದೆ ಆ ಸಂದರ್ಭದಲ್ಲಿ. ಅಂತಹ ಸಂದರ್ಭದಲ್ಲಿ ಏನಾಗಿದೆ ಅಂತೇಳಿದರೆ ನಮ್ಮ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯನ್ನು ಕೇರಳಕ್ಕೆ ಸೇರಿಸಿದರು. ನಂತರ ದಿನಗಳಲ್ಲಿ ಹಲವಾರು ಹೋರಾಟಗಳು ಕೂಡ ನಡೆದಿದೆ. ಆದರೆ ಯಾರೂ ಕೂಡ ಮತ್ತೆ ಮುಂದೆ ಬಂದಿಲ್ಲ. ಆ ಹೋರಾಟ ಅದೇ ಮುಂದುವರಿಲಿಲ್ಲ ಆ ಹೋರಾಟ. ನಂತರ ದಿನಗಳಲ್ಲಿ ಏನಾಗಿದೆ ಅಂತೇಳಿದರೆ ಕಾಸರಗೋಡು ಜಿಲ್ಲೆ ಸಾಧಾರಣ ಇಲ್ಲಿನ ಕಾನೂನಿದೆ, ಪ್ರಜಾಪ್ರಭುತ್ವದಲ್ಲಿ ನಮ್ಮ ಸಂವಿಧಾನದಲ್ಲಿ ಒಂದು ಕಾನೂನಿದೆ. 15% ಹೆಚ್ಚು ಮಾತನಾಡುವ ಜನರಿದ್ದರೆ ಅವರಿಗೆ ಆಯಾ ಭಾಷೆಯಲ್ಲಿ ಶಿಕ್ಷಣ ಕೊಡಬೇಕು ಅಂತೇಳಿ, ಅಂಥ ಸಂದರ್ಭದಲ್ಲಿ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯಲ್ಲಿ ಕೂಡ ಕೇರಳ ಮಲಯಾಳಂ ಭಾಷೆಯೊಂದಿಗೆ ಕನ್ನಡದಲ್ಲಿ ಕೂಡ ಶಿಕ್ಷಣವನ್ನು ಕೊಡ್ತಾ ಇದ್ದಾರೆ. ಹಲವಾರು ಜಾಗ, ಮಂಜೇಶ್ವರ ಇರ್ಬೋದು, ಕುಂಬಳೆ ಇರ್ಬೋದು, ಕಾಸರಗೋಡು ಇರ್ಬೋದು, ಹಲವಾರು ಜಾಗಗಳಲ್ಲಿ ಏನು ಮಾಡ್ತಾ ಇದ್ದಾರೆ ಅಂತೇಳಿ ಮಲಯಾಳಂ ಮೀಡಿಯಂನೊಟ್ಟಿಗೆ ಕನ್ನಡ ಮೀಡಿಯಂ ಕೂಡ ಕಲಿಸ್ತಾ ಇದ್ದಾರೆ. ಕಳೆದ 1 ವರ್ಷಗಳಿಂದ ಈಚೆ ಏನಾಗ್ತಾ ಇದೆ ಅಂತೇಳಿದರೆ ಸರ್ಕಾರಿ ಕನ್ನಡ ಶಾಲೆಗಳಲ್ಲಿ ಶಿಕ್ಷಕರನ್ನು ಕೊಡ್ತಾ ಇಲ್ಲ, ಮಲಯಾಳಂ ಶಿಕ್ಷಕರನ್ನು ಕೊಡ್ತಾ ಇದ್ದಾರೆ. ಅಂಥ ಸಂದರ್ಭದಲ್ಲಿ ಏನಾಗ್ತದೆ ಅಂತೇಳಿದರೆ ಮಕ್ಕಳಿಗೆ ಕನ್ನಡ ಗೊತ್ತಾಗೋದಿಲ್ಲ, ಅವರು ಮಲಯಾಳಂ ಪಾಠ ಮಾಡೋ ಟೀಚರಿಗೆ ಕನ್ನಡ ಗೊತ್ತಾಗೋದಿಲ್ಲ. ಇಂಥ ಸಂದರ್ಭದಲ್ಲಿ ಕನ್ನಡಂ ಕಲಿಯುವವರಿಗೆ ತೊಂದರೆ ಆಗ್ತಾ ಇದೆ. ಒಂದು ಬಹಳ ವಿಷಯ ಅದು. ಮತ್ತು ಎರಡನೇ ವಿಷಯ ಅಂತೇಳಿದರೆ ಈಗ ಇಂಥ ಸಂದರ್ಭದಲ್ಲಿ ಏನಾಗ್ತಾರೆ, ಮಕ್ಕಳು ಕೂಡ ಈಗ ಇಲ್ಲಿ ನೋಡಿ ಕೊಂಕಣಿ ಭಾಷೆ ಇದೆ, ಬ್ಯಾರಿ ಭಾಷೆ ಇದೆ,
ಮತ್ತು ತುಳು ಭಾಷೆ ಇದೆ. ಇಂಥ ಸಂದರ್ಭದಲ್ಲಿ ಇವರು ಬೇರೆ ಬೇರೆ ಮಾಡಿಕೊಂಡು ಕನ್ನಡ ಮಾತ್ರ ಅಲ್ಲ ಅಂತೇಳಿ ಈ ಭಾಷೆಯನ್ನು ಕೂಡ ಬೇರೆ ಬೇರೆ ಮಾಡಿಕೊಂಡು ಕನ್ನಡ ಭಾಷೆ ಮಾತಾಡುವವರ ಸಂಖ್ಯೆಯನ್ನು ಕಮ್ಮಿ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ഉന്യാസ് പെരാജെ, രാജശേഖർ ഷെട്ടി, ഉമ്മർ ഫാറൂഖ്, KBS നൌഫൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. FSCTOയുടെ നേതൃത്വത്തിൽ അധ്യാപകരും ജീവനക്കാരും ഏകദിന സത്യാഗ്രഹം സംഘടിപ്പിച്ചു. സമരം KSTS സംസ്ഥാന സെക്രട്ടറി K. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, മുൻകാല പ്രാബല്യം നൽകുക, PFRDA നിയമം പിൻവലിക്കുക, പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക, കേരളത്തെ തകർക്കുന്ന കേന്ദ്ര നടപടികൾ അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് FSCTOയുടെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന രാപ്പകൽ സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഏകദിന സത്യാഗ്രഹം സംഘടിപ്പിച്ചു. FSCTO ജില്ലാ പ്രസിഡന്റ് K. ഭാനുപ്രകാശ് അധ്യക്ഷത വഹിച്ചു. 2021 ജനുവരി മാസം നടന്നിട്ടുള്ള നിയമസഭയിൽ കേരളത്തിന്റെ ധനകാര്യമന്ത്രി അന്ന് ശ്രീമാൻ തോമസ് ഐസക് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കാനുള്ള ഉത്തരവ് വായിക്കുക. ഇന്നിപ്പോ നോക്കണം, ഫേസ്ബുക്കിനകത്തൊക്കെ ഇത് നോക്കിയാൽ നമുക്ക് കാണാം. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ AM സുഷമ, V. ശോഭ, KGOS സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം V. ചന്ദ്രൻ, KGNA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PV പവിത്രൻ, T. ദാമോദരൻ, T. പ്രകാശൻ, NK ലസിത, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV ഗോവിന്ദൻ, കേന്ദ്ര ജീവനക്കാരുടെ സംഘടനയുടെ ജില്ലാ സെക്രട്ടറി PV ശരത്, KSU ജില്ലാ ജോയിന്റ് സെക്രട്ടറി M. മോഹനൻ എന്നിവർ സംസാരിച്ചു. FSCTO ജില്ലാ സെക്രട്ടറി K. ഹരിദാസ് സ്വാഗതവും KV രാഘവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മലമുകളിൽ ചെന്ന് സൂര്യോദയം കാണണമെന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാകില്ല. അങ്ങനെയൊരു മലമുകളിലെ സൂര്യോദയ കാഴ്ചയാണ് KCN പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ കാഴ്ച മറ്റെവിടെയുമല്ല, കാസർഗോഡ് അനന്തപുരം തടാക ക്ഷേത്രത്തിനരികെയുള്ള ദൃശ്യങ്ങളാണ്. പ്രവീൺ ധർമ്മശാല പകർത്തിയ അനന്തപുരത്തെ പ്രഭാത കാഴ്ചകൾ കാണാം.
ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കിയ കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ഹാഫിസ ഫാത്തിമ ഫാസയെ ആദരിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ ഹാജി അബ്ദുൾ റഹ്മാൻ അരിമലയും പ്രിൻസിപ്പൽ അബ്ദുൾ ഖാദറും ചേർന്നാണ് വിദ്യാർത്ഥിനിയെ ആദരിച്ചത്. കേരള കർണാടക അതിർത്തി പ്രദേശമായ കുഞ്ചത്തൂരിലെ പീസ് ക്രിയേറ്റീവ് സ്കൂൾ വിദ്യാർത്ഥിനിയായ ഹാഫിസ ഫാത്തിമ ഫാസയെ ആദരിച്ചു. ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കിയ ഈ മിടുക്കിയെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിലാണ് ആദരിച്ചത്. നിങ്ങളിൽ ശ്രേഷ്ഠർ ആരെന്നാൽ ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന പ്രവാചക വചനത്തിൻ്റെ പ്രചോദനത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഹാഫിസ ഫാത്തിമ ഫാസയ്ക്ക് ഷാൾ അണിയിക്കുകയും സ്മരണിക നൽകി ആദരിക്കുകയും ചെയ്തു. فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. أحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن علم الله أنكم كنتم تختارون أنفسكم فتاب عليكم وعفى عنكم فالآن باشروهن وابتغوا ما كتب الله لكم وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر ثم أتموا الصيام إلى الليل ولا تباشروهن وأنتم عاكفون في المساجد تلك حدود الله فلا تقربوها كذلك يبين الله آياته للناس لعلهم يتقون. السلام عليكم. തലപ്പാടി KC റോഡിലെ അബ്ദുൽ കിനാൻ സാജിദ ദമ്പതികളുടെ മകളായ ഹാഫിസ ഫാത്തിമ ഫാസ വളരെ ചെറുപ്പത്തിൽ തന്നെ പൂർണ്ണ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി. അധ്യാപിക ഹാഫിസ ആസിയമ്മ സുൽഫ ആയിരുന്നു ഇവർക്ക് ഖുർആൻ ഹിഫ്ള് പരിശീലനം നൽകിയത്. സ്കൂൾ ചെയർമാൻ ഹാജി അബ്ദുൾ റഹ്മാൻ അരിമലയും പ്രിൻസിപ്പാൽ അബ്ദുൾ ഖാദറും ചേർന്ന് വിദ്യാർത്ഥിനിയെ ആദരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. കൂടാതെ മകളുടെ പഠനത്തിന് പ്രോത്സാഹനം നൽകിയ മാതാപിതാക്കളെയും വേദിയിൽ സ്മരണിക നൽകി ആദരിച്ചു. പരിപാടിയുടെ സമാപനത്തിൽ സ്കൂൾ മാനേജ്മെൻറ്റും അധ്യാപക വൃന്ദവും ഹാഫിസ ഫാത്തിമ ഫാസയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ഭാവിയിലെ വിദ്യാഭ്യാസ ജീവിതത്തിലും മതപരമായ സേവനങ്ങളിലും കൂടുതൽ ഉയരങ്ങൾ കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചെങ്കല്ല് ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം തിങ്കളാഴ്ച സംസ്ഥാന വ്യാപക പണിമുടക്ക് നടത്തും. അന്നേ ദിവസം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ 10 മണിക്ക് കളക്ട്രേറ്റ് ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള സംസ്ഥാന ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം സംസ്ഥാന വ്യാപകമായി സൂചനാ സമരം നടത്താൻ തയ്യാറായിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ചെങ്കൽ വ്യവസായ മേഖല കാലങ്ങളായി ആവശ്യപ്പെടുന്നതാണ് ഞങ്ങൾക്ക് പെർമിറ്റ് അനുവദിച്ചു തരണമെന്ന്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമരവും സമ്മർദ്ദമൊക്കെ നടത്തിയെങ്കിലും നാളിതുവരെയായിട്ട് ഈ മേഖലയ്ക്ക് പെർമിറ്റ് അനുവദിച്ചു തരുന്നില്ല. അധികൃതർ പറയുന്ന കാരണമെന്ന് പറയുന്നത് പട്ടയഭൂമിക്ക് പെർമിറ്റ് അനുവദിക്കാൻ പറ്റുന്നില്ല എന്നാണ്. എന്നാൽ ഈ അടുത്തായിട്ട് ചില വിജ്ഞാപനങ്ങൾ ഇറങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചെങ്കൽ മേഖലയ്ക്കുള്ള ഖനനാനുമതി നൽകാം, അതായത് സ്ഥലത്തിൻ്റെ വാല്യൂ അനുസരിച്ച് നമ്മളൊരു ഫീസ് അടച്ച് അത് മാറ്റിയാൽ നമുക്ക് അനുമതി നൽകാം എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കാസർഗോഡ് ജില്ലയിലെ 400ഓളം ചെങ്കൽ കോറുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഈ പട്ടയഭൂമിയുടെ പേര് പറഞ്ഞ് ലൈസൻസ് കിട്ടുന്നില്ല. കേവലം 8 പേർക്ക് 8 കോറുകൾക്ക് മാത്രമാണ് ഇന്ന് ലൈസൻസ് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം ഈ 10,000-കണക്കിന് തൊഴിലാളികൾ പ്രവർത്തിക്കുന്ന ഈ ഒരു ചെറുകിട വ്യവസായ മേഖല നിരന്തരം പട്ടിണിയുടെ വക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഈ പ്രവർത്തനാനുമതി ഇല്ലാത്തത് കൊണ്ട് ആർക്കും പെർമിറ്റ് എടുക്കാൻ വേണ്ടി പറ്റുന്ന സാഹചര്യമല്ല. നമുക്കറിയാവുന്ന പോലെ ഒരുപാട് കാലങ്ങളായി ഞങ്ങൾ സമരവും ഒക്കെ നടത്തി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളോട് പറയുന്നുള്ളത് നിങ്ങൾക്ക് പെർമിറ്റ് എത്രയും പെട്ടെന്ന് അനുവദിച്ച് തരാം എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥലത്തിലടക്കം ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി ഇടപെട്ട് നിരന്തരം
മിനിസ്റ്റർ അടക്കം ബന്ധപ്പെട്ട ശേഷം ഞങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് പെർമിറ്റ് എത്രയും പെട്ടെന്ന് അനുവദിച്ച് തരാം, അതിനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. പക്ഷേ അത് പറയുന്നതല്ല, നാളിതുവരെയായിട്ട് നമുക്ക് ആ ഒരു കാരണം ഉണ്ടായിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മുൻകാലങ്ങൾ ഞങ്ങൾക്ക് ചുമത്തിയ ലക്ഷക്കണക്കിന് പിഴ, അതായത് ഇന്ന് നമ്മൾ കാസർഗോഡ് ജിയോളജിയിൽ തന്നെ അറിയാം, കോടിക്കണക്കിന് രൂപയുടെ പിഴ നിരന്തരം അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു അദാലത്തിലൂടെ, വൺ ടൈം അദാലത്തിലൂടെ തീർക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ സർക്കാരിനെ ബന്ധപ്പെട്ട് ചർച്ച നടത്തിയാണ്. പക്ഷേ നാളിതുവരെയായിട്ട് ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ല. കാരണം സാധാരണക്കാർക്ക് 10-15 ലക്ഷം രൂപ അടക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യമാണ്. പല ഉടമകളും ആത്മഹത്യയുടെ വക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു വൺ ടൈം സെറ്റിൽമെൻറ്റ് എന്ന രീതിയിൽ അത് ഞങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന രീതി ഉണ്ടാക്കി തരണം. മാത്രമല്ല ഈ ചെങ്കൽ മേഖലയ്ക്ക് ഈസി, അത് നമുക്കറിയാവുന്ന പോലെ ഈ ചെറുകിട വ്യവസായ മേഖല ഒന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഞങ്ങൾ കുഴിച്ചെടുത്തതിന് ശേഷം അത് മണ്ണിട്ട് മൂടി കൃഷിയോഗ്യമാക്കലാണ്. ആ കൃഷിയോഗ്യമാക്കുന്ന ചെറിയൊരു കാലയളവിൽ കേവലം ഒരു 6 മാസം മാത്രമാണ് ഒരു പണ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ഇതിന് ഈസി അനുമതി കിട്ടണമെങ്കിൽ തന്നെ 1 വർഷത്തോളം സമയമെടുക്കേണ്ട സ്ഥിതിവിശേഷമാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ ഇത്രത്തോളം നമുക്ക് കാത്തുകൊണ്ട് ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് ഈസി തീർച്ചയായിട്ടും നമുക്ക് ഒഴിവാക്കി തരണം. കാരണം ഇത് ഒരു സാധാരണ കൃഷിയോഗ്യമാക്കുന്ന സ്ഥലത്തേക്ക് ഈസി ആവശ്യമില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈസി പൂർണ്ണമായി ഒഴിവാക്കി തരണം. ഈ ഞങ്ങൾക്ക് വന്ന ഭീമമായ തുക അത് അദാലത്തിലൂടെ പരിഹരിക്കണം. പട്ടയഭൂമിക്ക് പെർമിറ്റ് അനുവദിക്കണം. അതുപോലെ തന്നെ പിന്നൊരു കാര്യം വെച്ചാൽ പിടിക്കപ്പെട്ട വണ്ടികൾ, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പിടിക്കപ്പെട്ട വണ്ടികൾ തൽക്ഷണം വിട്ടു നൽകണം. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ന്യായമായ കാര്യമാണ്, പെർമിറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അത് ഫൈൻ അടച്ച് വിട്ടുകൊടുക്കാന്നുള്ളത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സുകുമാരൻ നായർ, ജില്ലാ സെക്രട്ടറി ഹുസൈൻ ബേർക്ക, ട്രഷറർ എം വിനോദ് കുമാർ, സംസ്ഥാന സമിതി അംഗം MP ഉമ്മർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളത്തിൽ നൽകി വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 5000 രൂപയായി ഉയർത്തണമെന്ന് കേരള സീനിയർ സിറ്റിസൺ ഫോറം കാസർഗോഡ് ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കാലിക്കടവ് കരക്കക്കാവ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ മുതിർന്ന പൗരന്മാർക്കും സാമ്പത്തിക പരിധി നോക്കാതെ കേന്ദ്ര സർക്കാർ നൽകുന്ന വയോവന്ദന കാർഡിലൂടെയുള്ള 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സഹായ പദ്ധതി കേരളത്തിലുടൻ നടപ്പിലാക്കണമെന്ന് സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ സമ്മേളനം അംഗീകരിച്ച മറ്റൊരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കാലിക്കടവ് കരക്കക്കാവ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. വിപ്ലവം ഒറ്റക്കാലിൽ നടക്കില്ല മഹാനായ വിപ്ലവകാരി പോളിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമായിരുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ഇടമാണ്, തുല്യ സ്ഥാനമാണ് തുല്യം. ആ സാമൂഹ്യ സംസ്ഥ അംഗീകരിച്ച് മുന്നോട്ട് പോകാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ട്. 2-4 ഘടകമാണ് നമ്മുടെ അഭിരുചി, നമ്മുടെ സ്വഭാവം, നമ്മുടെ മനോഭാവം മാറി. കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് വന്നു. അതിന്റെ പ്രത്യേകത മാത്രമല്ല, അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വിസ്മയകരമായ ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മേഖലകളിലെ മുന്നേറ്റം, പുരോഗതി, പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഇന്നിപ്പോ നമുക്ക് കണ്ടുകാലം സൃഷ്ടിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്കുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിലാണ്, നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിലാണ്. ഓപ്പറേഷൻ കേരളത്തിൽ 4-5 ആശുപത്രികളിൽ എത്ര മനുഷ്യൻ ഓപ്പറേഷൻ ചെയ്യാൻ അത്രമാത്രം നാട് പുരോഗമിച്ചു. അപ്പൊ അതിന്റെ അപ്ഡേഷൻ, അതുകൊണ്ട് നമ്മുടെ ജീവിതം, നമ്മുടെ സാമൂഹിക ജീവിതം, നമ്മുടെ സമൂഹത്തെ ഒരു അപ്ഡേറ്റ് ചെയ്യും. ആരോഗ്യപരമായി വളരെ പ്രധാനമാണ്. നമ്മുടെ കുട്ടികൾ നമ്മളെക്കാൾ, നമ്മുടെ പേരക്കുട്ടികൾ നമ്മളെക്കാൾ എത്രയോ വേഗതയിലാണ് ശ്രദ്ധിക്കുന്നത്. അവരുടെ അവരെല്ലാ കാര്യങ്ങളും ഗ്രാസ്പിംഗ് പവർ, ഗ്രാഹ്യശേഷി ഏറ്റവും കൂടുതൽ തലമുറയാണ് കുട്ടികളാണ്. ടി അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. കെ സുകുമാരൻ, CV ചന്ദ്രൻ, M മനു, PP സുകുമാരൻ, VM കുമാരൻ, M ഗംഗാധരൻ, KT ശിവദാസ് എന്നിവർ സംസാരിച്ചു. ജനറൽ കൗൺസിൽ യോഗം കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. രത്നാകരൻ പിലാത്തടം, KC മൈക്കിൾ, PP അടിയോടി, മുരുകപ്പൻ ആചാരി, ജോർജ് വർഗീസ്, YMC ചന്ദ്രശേഖരൻ, P നാരായണൻ അടിയോടി, TV വിജയൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന വയോജന സംഗമം സിനിമാ നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. A കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മലയാളത്തിന്റെ അനശ്വര ഭാവഗായകൻ P ജയചന്ദ്രൻ അനുസ്മരണ ഭാഗമായി തൃക്കരിപ്പൂർ തെക്കുംപാട് യുവജന ഗ്രന്ഥാലയം മ്യൂസിക് ക്ലബിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുത്ത ജയചന്ദ്രൻ ഗാനങ്ങൾ അവതരിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം ലൈബ്രറി കൗൺസിൽ ഹോസ്ദുർഗ് താലൂക്ക് സെക്രട്ടറി P വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു.
ഭാവഗായകൻ പി ജയചന്ദ്രൻ പാടിയ മലയാളം തമിഴ് സിനിമാ ഗാനങ്ങൾ പ്രൊഫഷണൽ ഗായകരും നാട്ടിലെ വിവിധ സ്ഥലങ്ങളിലുള്ള പാട്ടുകാരും ട്രാക്ക് സംഗീതത്തിന്റെ അകമ്പടിയിൽ ആലപിച്ചു. റാസാത്തി 1 എന്ന് തുടങ്ങുന്ന തമിഴ് ഹിറ്റ് സിനിമാ ഗാനം മ്യൂസിക് ക്ലബ് പ്രസിഡന്റും പ്രൊഫഷണൽ ഗായകനും അനുസ്മരണ ചടങ്ങിന്റെ അധ്യക്ഷനുമായ സാരംഗ് രവിചന്ദ്രൻ ആലപിച്ചപ്പോൾ സദസ്സ് അതേറ്റെടുത്തു. പ്രൊഫഷണൽ ഗായകൻ വൈഷ്ണവ് നിലമ്പൂർ, കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം സജിത് പലേരി ഉൾപ്പെടെ 13-ൽ പരം ഗായകർ പാട്ടുകൾ പാടി. ജയചന്ദ്രൻ ആലപിച്ച കരിമുകിൽ കാട്ടിലെ എന്ന ഗാനം ജിനേഷ് പണിക്കർ പുല്ലാങ്കുഴലിൽ വാദനം നടത്തി. തെക്കുംപാട് യുവജന ഗ്രന്ഥാലയം മ്യൂസിക് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ജയചന്ദ്രൻ അനുസ്മരണം ഹൊസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥാലയം പ്രസിഡന്റ് വി കെ രതീശൻ, സെക്രട്ടറി കെ അശോക് കുമാർ, എം സുഷമ, ടി വി ലളിത, കെ സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. 16,000-ഓളം ഗാനങ്ങൾ പാടാൻ വേണ്ടി പറ്റിയെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു മഹാഭാഗ്യമാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഗാനം, ഇത്രയേറെ ഗാനങ്ങൾ, അതിൽ ഏതാണ്ട് പകുതിയോളം ഗാനങ്ങൾ എന്ന് പറയുന്നത് ഭക്തി തുളുമ്പുന്ന ഗാനങ്ങളാണ്. ഭക്തിയിൽ ഈ ജയചന്ദ്രന്റെ ഗാനങ്ങളിൽ ഭൂരിഭാഗം ഇങ്ങനെ ഭക്തി തുളുമ്പി നിൽക്കുന്ന, നമ്മുടെ മനസ്സിനെ ചേർത്ത് നിർത്തുന്ന ഒട്ടേറെ ഭക്തി ഗാനങ്ങളായിട്ട് ജയചന്ദ്രൻ്റെതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഭാവഗാനങ്ങളായിട്ടുണ്ട്. മലയാളത്തിലും തമിഴിലും കന്നഡയിലും തെലുങ്കിലും ഹിന്ദിയിലുമായിട്ടാണ് ഈ പറഞ്ഞ ഗാനങ്ങളൊക്കെ അദ്ദേഹം ചൊല്ലിയിട്ടുള്ളത്. ഒരു തവണ മാത്രമേ ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ളൂ. നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന അവാർഡ് 5 തവണ കിട്ടിയിട്ടുണ്ട്. തമിഴ്നാടിന്റെ 4 തവണ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ JC ഡാനിയൽ പുരസ്കാരം ഉൾപ്പെടെയുള്ള കേരളത്തില് ഈ സമഗ്ര സംഭാവനക്കുള്ള JC ഡാനിയൽ പുരസ്കാരമടക്കം നേടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ട്രാഫിക് പോലീസും കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റും സംയുക്തമായി ട്രാഫിക് ബോധവൽക്കരണം നടത്തി. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലാണ് കാൽനടയാത്രക്കാർക്കും ഡ്രൈവർമാർക്കും ബോധവൽക്കരണം നടത്തിയത്. കാസർഗോഡ് ട്രാഫിക് പോലീസും കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സും സംയുക്തമായി ട്രാഫിക് ബോധവൽക്കരണം നടത്തിയത് ശ്രദ്ധേയമായി. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലാണ് കാൽനടയാത്രക്കാർക്കും ഡ്രൈവർമാർക്കും ബോധവൽക്കരണം നൽകിയത്. പെഡസ്ട്രിയൽ ക്രോസിംഗിന്റെ പ്രാധാന്യം അറിയിക്കുന്നതിന്റെ ഭാഗമായാണ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. കാസർഗോഡ് ട്രാഫിക് SHO രവി കൊട്ടോടി, SI സുധാകരൻ എന്നിവർ ക്ലാസ് എടുത്തു. SCPO രാജേഷ്, ഡ്രിൽ ഇൻസ്ട്രക്ടർ രമേശൻ, സന്ധ്യാകുമാരി ടീച്ചർ എന്നിവർ കുട്ടികളോടൊപ്പം റോഡിലിറങ്ങി ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. വരും ദിവസങ്ങളിലും ബോധവൽക്കരണം തുടരുമെന്ന് SI സുധാകരൻ KCN ന്യൂസിനോട് പറഞ്ഞു. ഇവിടെ ഈ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് തിരുവനന്തപുരത്തിൻ്റെ ഒരു ഉത്തരവ് പ്രകാരമാണ്. ഇത് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കാൽനടയാത്രക്കാരുടെ സുരക്ഷ. ഇതിൻ്റെ മുദ്രാവാക്യം തന്നെ ഫുട്പാത്ത് ഈസ് അവർ റൈറ്റ്, റെസ്പെക്ട് പെഡസ്ട്രിയൻ റൈറ്റ് ഓഫ് വേ. ഈ മുദ്രാവാക്യം ഉൾപ്പെടുത്താൻ നമ്മൾക്ക് ഇന്ന് ഇവിടെയുള്ള ഒരു പെഡസ്ട്രിയൻ കാൽനടയാത്രക്കാർക്കുള്ള ഒരു ബോധവൽക്കരണം. നമ്മുടെ ഈ ഫുട്പാത്ത് എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. കൂടാതെ നമ്മൾ ആൾക്കാർ ഇപ്പം നമ്മൾ ഇതാണ്ട് ബസ് കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഇപ്പം ഫുട്പാത്തിലാണ്, ഇപ്പം ഇത് സീബ്ര ലൈനിലാണ്. അതിനെക്കുറിച്ചുള്ള ഡ്രൈവേഴ്സിനുള്ള ഒരു ബോധവൽക്കരണം നടത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് ഒരാഴ്ചത്തെ കാലം ഇതുണ്ട്, ഇന്ന് രാവിലെയും വൈകുന്നേരം 2 സമയത്താണ് ഉള്ളത്. ഇന്ന് മെയിനായിട്ട് അത് SPC കുട്ടികളെയും കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ട്രാഫിക് പോലീസും കാസർഗോഡ് ഇതിൻ്റെ SPCയുടെ മാഷന്മാരെല്ലാവരും ഇതിനകത്ത് ഉണ്ട് ഈ പരിപാടിയിൽ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാടിന്റെ സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറായതായി നഗരസഭാ ചെയർമാൻ VV രമേശൻ. നഗരവികസന കർമ്മസമിതി നടത്തിയ മുഖാമുഖം പരിപാടി വ്യത്യസ്തതകൾ കൊണ്ട് ശ്രദ്ധേയമായി. കാഞ്ഞങ്ങാട് നഗരത്തിന്റെ സമഗ്ര വികസനത്തിനുതകുന്ന മാസ്റ്റർ പ്ലാൻ തയ്യാറായതായി നഗരസഭാ ചെയർമാൻ VV രമേശൻ പറഞ്ഞു. ശ്മശാനവുമായി ബന്ധപ്പെട്ട വിഷയവും ഈ വർഷം പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ റിവിഷൻ വരുമ്പോൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറുന്തൂർ എന്ന് പറയുന്ന വാർഡിൽ ആവശ്യമായ സ്ഥലമുണ്ട്, സൗകര്യങ്ങളുണ്ട്.
അവിടെ വളരെ വേഗം ഒരു ശ്മശാനം പണിയാൻ കഴിയുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഗ്യാസ് ശ്മശാനം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അരയിലും നമുക്കിപ്പോൾ സ്ഥലം ലഭ്യമായിട്ടുണ്ട്. പുതുക്കൈ വില്ലേജിൽ ആണ് ഒരു 6-7 വാർഡുകൾ അവിടെയാണ് നമ്മുടെ നഗരസഭയുടെ. അങ്ങനെ 2-3 സ്ഥലം നോക്കി എത്രയും വേഗം നമുക്ക് ഈ ശ്മശാനത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഉള്ള മുൻതൂക്കം പുതിയ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. കാഞ്ഞങ്ങാട് നഗരവികസന കർമ്മസമിതി കഴിഞ്ഞ ദിവസം വ്യാപാര ഭവനിൽ ജനപ്രതിനിധികളുമായി നടത്തിയ അഭിമുഖം വേറിട്ട നിലയിൽ ശ്രദ്ധേയമായി. ഉള്ളു തുറന്ന് അഭിപ്രായങ്ങൾ പ്രകടമാക്കിയ മുഖാമുഖം പരിപാടിയിൽ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാനും വിമർശനങ്ങൾ ഉൾക്കൊള്ളാനും തങ്ങൾ ബാധ്യസ്ഥരാണെന്ന ജനപ്രതിനിധികൾ നൽകിയ ഉറപ്പ് ഹർഷാരവത്തോടെയാണ് സദസ്സ് എതിരേറ്റത്. കർമ്മസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ CK ആസിഫ് സ്വാഗതം പറഞ്ഞു. കുഞ്ഞിക്കണ്ണൻ കക്കാണത്ത് വികസന രേഖ അവതരിപ്പിച്ച് സംസാരിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുജാത, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ, അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ മൂലക്കണ്ടം, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മഹമ്മൂദ് മുറിയനാവി, M വിജയൻ, ഫൗസിയ ഷെരീഫ്, M സുമതി, പ്രശാന്ത് സൗത്ത്, സവിത കുമാരി, കൗൺസിലർ 5 സ്റ്റാർ അബ്ദുൾ റഹ്മാൻ, അജാനൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ MV രാഘവൻ, കവിത, C കുഞ്ഞാമിന എന്നിവരെ കർമ്മസമിതി അംഗങ്ങളും ഷോൾ അണിയിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ഓഫീസ് അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറെ ബ്ലോക്കിൽ എല്ലാത്തരം സൗകര്യങ്ങളോടും കൂടി നവീകരിച്ച മാറ്റി സ്ഥാപിക്കും. പുതിയ കോട്ടയിലെ നിലവിലെ ഓഫീസ് സോണൽ ഓഫീസായി നിലനിർത്തും. ആധുനിക ശ്മശാനത്തിന് കുറുന്തൂരിൽ സ്ഥലം കണ്ടെത്തിയതായും മടിക്കൈ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിച്ച് അരയിപ്പുഴയോരം വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്നും ചെയർമാൻ പറഞ്ഞു. മൺമറഞ്ഞ മഹാരഥന്മാരുടെ ഓർമ്മയ്ക്കായി പൈതൃക ഇടനാഴി സ്ഥാപിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിക്ക് നഗരസഭയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2000 പേർക്കിരിക്കാവുന്ന ഇൻഡോർ സ്റ്റേഡിയവും ആധുനിക രീതിയിലുള്ള പൊതുശ്മശാനവും സ്ഥാപിക്കാനുള്ള നടപടിയുണ്ടാവും. ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ വിശദമായി പരിശോധിച്ച് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാൻ നടപടികൾ ഉണ്ടാവുമെന്ന് ചെയർമാൻ ഉറപ്പു നൽകി. പ്രസ് ഫോറം പ്രസിഡന്റ് ഫസൽ റഹ്മാൻ, ലേറ്റസ്റ്റ് പത്രാധിപർ അരവിന്ദൻ മാണിക്കോത്ത്, C മുഹമ്മദ് കുഞ്ഞി, CA പീറ്റർ, A ഹമീദ് ഹാജി, ഐശ്വര്യകുമാരൻ, A ദാമോദരൻ, T മുഹമ്മദ് അസ്ലം, ചന്ദ്രൻ പെറ്റ്സ്, ആസിഫ് മെട്രോ, N അശോക് കുമാർ, K കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കർമ്മസമിതി ചെയർമാൻ C യൂസഫ് ഹാജി നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹൈവേ വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റിയ ചൌക്കി നൂറുൽ ഹുദ ജുമാ മസ്ജിദിന് പുതിയ കെട്ടിടമൊരുങ്ങി. സമസ്ത കേരള ജമിയുത്തൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഞായറാഴ്ച ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. വിശ്വാസികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്ന രീതിയിലാണ് പുതിയ മസ്ജിദ് പണിതിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ കുബ്ബോൽ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ, സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ മുഖ്യാതിഥിയായി സംബന്ധിക്കും. ജമാഅത്ത് പ്രസിഡന്റ് അബ്ദു കാവുകോളി അധ്യക്ഷത വഹിക്കും. പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ, മജീദ് ബാഘവി, അബ്ദുൾ റഹ്മാൻ ബിൻ ഷൈഷേഖ് തങ്ങൾ, സുബൈൽ സഹദി പുത്തപ്പലം, അഷ്റഫ് റഹ്മാനി ചൌക്കി ആശംസകളർപ്പിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള 2 ദിവസത്തെ മതപ്രഭാഷണത്തിൽ മുഹമ്മദ് അലി സഖാഫി മുള്ളൂർക്കര, ഹാഫിസ് അൻവർ മാനാനി തൊടുപുഴ പ്രഭാഷണം നടത്തും. ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളായ KP മുഹമ്മദ്, ഹമീദ് പടിഞ്ഞാർ, റഹ്മാൻ കന്യപ്പാടി, കരീം മയിൽപ്പാറ, സവാദ് കല്ലൻകൈ, മുനീർ കുന്നിൽ, അംഗങ്ങളായ മുസ്തഫ തോരവളപ്പ്, ഗഫൂർ പേരാൽ, കരീം ചൌക്കി, സിറാജ് KK പുറം, ഹസൈന ചൌക്കി, സുലൈമാൻ ചൌക്കി, ഹാരിഫ് കടപ്പുറം, ഗഫൂർ അക്കരക്കുന്ന്, അബ്ദുൾ റഹ്മാൻ KA, സുലൈമാൻ തോരവളപ്പ്, ആമുച്ച കല്ലങ്കൈ, മൊയ്തീൻകുട്ടി കുന്നിൽ, UAE കമ്മിറ്റി, ഷഫീഖ് ഇമമി ഉസ്താദ്, മൂസൽ ഫൈസി സദർ ഉസ്താദ്, മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിന്നുള്ളവർ സംബന്ധിക്കും. ജനറൽ സെക്രട്ടറി ഷാഫി KK പുറം സ്വാഗതവും ട്രഷറർ മൊയ്തു അർജാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പടിമരുത് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ V സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും നവനാൾ പ്രാർത്ഥനയും തിരുനാൾ ആഘോഷത്തിനും തുടക്കമായി. 25 വരെയാണ് തിരുനാൾ ആഘോഷം നടക്കുന്നത്. പടിമരുത് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ V സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും നവനാൾ പ്രാർത്ഥനയും തിരുനാൾ ആഘോഷത്തിനും തുടക്കമായി. 25 വരെയാണ് തിരുനാൾ നടക്കുന്നത്. ജനുവരി 17
വിശുദ്ധ കുർബാനയും വചന സന്ദേശവും നോവേനയും നടന്നു. ഫാദർ സുനിൽ കാലാക്കാട്ടിൽ ചടങ്ങിന് നേതൃത്വം നൽകി. ഇടവകയിൽ സേവനം ചെയ്ത വൈദികർ സഹകർമ്മികളായി. ജനുവരി 18 നടന്ന വിശുദ്ധ കുർബാനയ്ക്കും വചന സന്ദേശത്തിനും നോവേനയ്ക്കും ഫാദർ മാത്യു നേതൃത്വം നൽകി. സ്നേഹമുള്ളവരെ, പടിമരുത് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. ഈ ഇടവക രൂപീകൃതമായിട്ട് 50 വർഷം പൂർത്തിയാവുകയാണ്. അതിന്റെ ജൂബിലി വർഷത്തിന്റെ സമാപനത്തിലേക്ക്, ജൂബിലി തിരുനാളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് കൊടിയേറ്റോടുകൂടി തിരുനാൾ ആരംഭിക്കുകയാണ്. 23, 24, 25 ദിവസങ്ങളാണ് പ്രധാനപ്പെട്ട തിരുനാൾ ദിവസം. 24-ാം തീയതി നമ്മൾ പൂർവികരെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കും. തുടർന്ന് സൺഡേ സ്കൂളിന്റെ വാർഷിക ആഘോഷങ്ങൾ അന്നേ ദിവസം നടത്തപ്പെടും. 24-ാം തീയതി പ്രധാന തിരുനാൾ ദിവസം അഭിവന്യ ജോർജ് ഞറക്കാട്ട് പിതാവ് കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. തുടർന്ന് ചുള്ളിക്കര ടൗണിലേക്ക് വർണ്ണശബളമായ വിശ്വാസ പ്രഘോഷണ റാലി, അതിനുശേഷം വളരെ മനോഹരമായ മ്യൂസിക് ഓടുകൂടിയ ലൈറ്റ് ഷോ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. 25-ാം തീയതി സമാപനം. ഉച്ചയ്ക്ക് തലശ്ശേരി അഭിവൃദ്ധിയുടെ അധ്യക്ഷനായിരിക്കുന്ന ജോസഫ് പാമ്പ്ലാനി പിതാവ് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുന്നതാണ്. തിരുനാൾ ദിവസങ്ങളിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവിധ നന്മകളും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും പടിവരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 24-ന് വർണ്ണശബളമായ പ്രദക്ഷിണം നടക്കും. 25-ന് നടക്കുന്ന തിരുനാൾ കുർബാന വചന സന്ദേശത്തിന് മാർ ജോസഫ് പാമ്പ്ലാനി നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ ഹോസ്ദുർഗ് സർക്കിൾ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മ്യൂണിറ്റി ഔട്ട് പ്രോഗ്രാം വിവിധ പരിപാടികളോടെ നടന്നു. ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ ഹോസ്ദുർഗ് സർക്കിൾ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ ഹാളിലായിരുന്നു പരിപാടി നടന്നത്. ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, SPCയുടെയും മറ്റ് സംഘടനകളുടെയും വിദ്യാർത്ഥികൾ, ബഹുമാന്യ മറ്റു സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റാണ്, കേരളത്തിലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. വിമുക്തി മിഷൻ അതൊരു സംവിധാനം എന്ന നിലയിൽ നമ്മുടെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ നിലനിൽക്കുകയാണ്. അവരെല്ലാ കാര്യങ്ങളിലും നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇതിൻ്റെ ആദ്യത്തെ എന്താണെന്ന് സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷന്റെ പ്രസംഗത്തിലും നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പ്രധാനമായി നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ഓരോരുത്തരുടെയും മനുഷ്യ ജീവിതത്തെ, സമൂഹത്തെ ആകെ കാർന്നു തിന്നുന്ന അതിമാരകമായ ഒരു പ്രശ്നമാണ് മദ്യത്തിൻ്റെ അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഒക്കെ ഫലമായി ഉണ്ടാകുന്ന അപകടകരമായ ലഹരിയോടുള്ള ആസക്തിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന വിഷയം. വിമുക്ത ജില്ലാ കോർഡിനേറ്റർ സ്നേഹ KM ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി, മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രകാശൻ, ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലത A, കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജിത K, കിനാനൂർ കരിന്തളം പഞ്ചായത്ത് പ്രസിഡന്റ് M രാജൻ, കോടമ്പള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജയചന്ദ്രൻ TV, പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് P രഘുനാഥ്, KCSA ജില്ലാ പ്രസിഡന്റ് നിഷാദ് P എന്നിവർ സംസാരിച്ചു. ഹോസ്ദുർഗ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പ്രസന്നകുമാർ VV സ്വാഗതവും ഹോസ്ദുർഗ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ജിഷ്ണുകുമാർ EV നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസുകൾ ഗോവിന്ദൻ P യും അഡ്വക്കേറ്റ് സീമയും കൈകാര്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് കുമ്പടാജെ ആജിലയിലെ പുഷ്പാവതിയുടെ കൊലപാതകം, പ്രതി പരമേശ്വരയെ ചോദ്യം ചെയ്തതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വ്യക്തിഹത്യ നടത്തിയതിലുള്ള വൈരാഗ്യമാണ് കൊലപാതക കാരണമെന്ന് മൊഴി. കുമ്പള ടോൾ പിരിവിനെതിരെ സമരം കടുപ്പിക്കാൻ ആക്ഷൻ കമ്മിറ്റി തീരുമാനം. തിങ്കളാഴ്ച കളക്ട്രേറ്റിന് മുന്നിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ സംഗമം നടത്തും. സ്കൂൾ കലോത്സവം കാസർഗോട്ടേക്ക്. ചരിത്രം തിരുത്തി സിയ ഫാത്തിമ ചെറുവത്തൂരിലെ വീട്ടിലിരുന്ന് കലോത്സവത്തിൽ പങ്കെടുത്തു. മലയാള
ഭാഷാ ബിൽ നടപ്പാക്കുമ്പോൾ കാസർകോട്ടെ കന്നഡ സ്കൂളുകളിൽ മലയാള പഠനം അടിച്ചേൽപ്പിക്കരുതെന്ന് കന്നഡ സ്കൂൾ സംരക്ഷണ സമിതി. ദ്വിഭാഷാ നയമനുസരിച്ച് കാസർകോട്ട് കന്നഡയ്ക്കും തുല്യ പ്രാധാന്യം ലഭിക്കണമെന്നും സമിതി ഭാരവാഹികൾ. FSCTOയുടെ നേതൃത്വത്തിൽ അധ്യാപകരും ജീവനക്കാരും ഏകദിന സത്യാഗ്രഹം നടത്തി. KSTA സംസ്ഥാന സെക്രട്ടറി K. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. പെഡസ്ട്രിയൽ ക്രോസിംഗ് കാസർഗോഡ് ട്രാഫിക് പോലീസും കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റും സംയുക്തമായി ട്രാഫിക് ബോധവൽക്കരണം നടത്തി. ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം തിങ്കളാഴ്ച സംസ്ഥാന വ്യാപക പണിമുടക്ക് നടത്തും. അന്നേ ദിവസം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് ധർണ നടത്തും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.